ഹായ്, ശരത്താണ്. മൈക്രോ ഫിനാൻസ് സെക്ടറിലെ പുതിയൊരു അപ്ഡേറ്റിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ സെക്ടർ ഫോളോ ചെയ്യുന്ന പലരും ആണെങ്കിൽ ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. പുതിയൊരു ഓർഡിനൻസ് വന്നിട്ടുണ്ട് ബീഹാർ ഗവൺമെന്റിന്റെ. ഇത് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 1-2 വർഷമായിട്ട് ഇത് തന്നെയാണ്. ഒന്നാമത് ആ ഒരു സെക്ടർ ഭയങ്കര വീക്കായിരുന്നു. കഴിഞ്ഞൊരു 1-1.5 വർഷമായിട്ട് അസറ്റ് ക്വാളിറ്റിയിൽ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ RBIയുടെ കുറെ ഈ പറഞ്ഞ പോലെ ഗാഡ്രിൽസ് കാര്യങ്ങൾ വന്നിരുന്നു. 1-2-3 കൂടുതൽ ലോണുകൾ ഒരാൾക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ള രീതിയിലും, അതുപോലെ തന്നെ ഈ പറഞ്ഞ അവർക്ക് ലെൻഡ് ചെയ്യുന്ന എമൗണ്ടിൽ ക്യാപ്പ് വരുന്ന രീതിയിലൊക്കെ ആയിട്ട് അങ്ങനെ കുറെ ഗൈഡ് ലൈൻസ് കാര്യങ്ങൾ വന്നിരുന്നു. അതുകൂടാതെ കർണാടക ഗവൺമെന്റിന്റെ, അതുപോലെ അതിനുശേഷം തമിഴ്നാട് ഗവൺമെന്റിന്റെ ഒരു ഓർഡിനൻസുകൾ വന്നിരുന്നു. ഇതെല്ലാം ഈ പറഞ്ഞ പോലെ ഈ സെക്ടറിലെ അസറ്റ് ക്വാളിറ്റിനെ കാര്യങ്ങളൊക്കെ അഫക്ട് ചെയ്തിരുന്നു. അതിനുശേഷം ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 2-3 ക്വാർട്ടറായിട്ട് ഈ പറയുന്ന സെക്ടറിലുള്ള കമ്പനികളൊക്കെ റിക്കവർ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്താണ് ഇപ്പം ബീഹാറിന്റെ അടുത്ത ഓർഡിനൻസ് വന്നിരിക്കുന്നത്. അതിലെന്താന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, ഈ ഒരു സെക്ടർ എന്ന് പറഞ്ഞാൽ ഒരുപാട് അൺഓർഗനൈസ്ഡ് പ്ലേയേഴ്സ് ഉള്ളതാണ്. മലയാളത്തിൽ നമ്മൾ ബ്ലേഡ് എന്നൊക്കെ പറയുന്ന രീതി, ആ രീതിയിൽ പലിശ മേടിക്കുന്ന രീതിയിലുള്ള ആളുകളുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സെക്ടറിൽ ലോണുകളിൽ ഒരുപാട് ഈ പറയുന്ന ആത്മഹത്യ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ